for dedication to our respected and dearest Guru, Dr. T.P. Shashikumar sir. നടപ്പ് കാണുമ്പോ തന്നെ എല്ലാവർക്കും ആഗ്രഹം അദ്ദേഹത്തെ കല്യാണം കഴിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ വേഷം കണ്ടാലോ, വരജട, വിവിതാക്ഷ, മാല, മാന്തോൽ, മരപുരി, സർവ ശരീര ഭസ്മലേപം, പരമിതു, ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇത് സാധാരണ സന്യാസിമാരുടെ വേഷമാണ്, ആണോ അല്ലയോ? അപ്പൊ പാവമായിട്ടുള്ള മുകളിലെ വേണ്ടത്. പരമിതുകളിലൊന്നിലും മറഞ്ഞീല ആ യുവതാപസനുമാണ്. എന്ത് മറഞ്ഞില്ല? ദർപ്പം, അഹങ്കാരം. അഹങ്കാരമുള്ള സന്യാസി, ഏക സന്യാസിക്ക് അഹങ്കാരം. അതാരാന്നറിയോ? പരശുരാമൻ. കാരണം രണ്ട് കോമ്പിനേഷനാണ്. ഒന്ന് ക്ഷത്രിയനുമാണ്, ഒന്ന് ബ്രാഹ്മണനുമാണ്. അദ്ദേഹത്തിന്റെ ഗുരുവാണെങ്കിൽ മഹാഗുരുവാണ്. ആരാണ്? അദ്ദേഹം കാണാനെങ്കിലും പോകുന്ന സമയത്ത് എവിടെയാ പോണേ? ശിവനെ കാണണമെങ്കിൽ എവിടെ പോണം? എന്ത് രാജ്യം കടന്നിട്ട് പോണം? കേരളത്തിനാ പോണത്? ആലോചിച്ച് നോക്കും. പരശുരാമൻ കേരളക്കാരനാണ്. നടന്നിട്ട് എവിടെ വരെ പോണം? അന്ന് എയർക്രാഫ്റ്റ് ഒന്നുമില്ലല്ലോ. നടന്ന് പോയിട്ട് ടിബറ്റ് ക്രോസ് ചെയ്യണം, വേണ്ടേ? ആ ടിബറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ടിബറ്റിന്റെ സ്ഥലം ആരുടെയാണെന്നറിയോ? കുബേരൻ. ആരാ പറഞ്ഞത്? ഗുഡ് ബോയ്. ടിബറ്റ് കുബേരന്റെ. കുബേരനാണ് ഏറ്റവും വലിയ ധനികനായ രാജാവ്. അതുകൊണ്ടാണ് മികവുടയ കുബേര പട്ടണം. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിന്റെ മേൽക്കൂരകളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? സ്വർണ്ണം. സുകനകമാകിയ താഴികക്കുടങ്ങൾ. അതോ ഉച്ച വെയിലടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ രാവിലെ നടന്നായിരിക്കും ചിലപ്പോ. ഉച്ചയാകുമ്പോഴത്തേക്ക് എവിടെ എത്തി? ടിബറ്റിലെത്തി. ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലടിക്കുന്ന സമയത്ത് അതിന്റെ റിഫ്ലക്ഷൻ വരികയാണ്.
സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കടന്നിട്ടാണ് ആരെവിടെ പോണത്? അപ്പൊ ശിവൻ എന്ത് ചെയ്യായിരുന്നു? ശിവനും പാർവതിയും സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരെ കാവൽ നിർത്തിയിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ ഏതിന്റെ ഭഗവാനാന്നറിയോ? അസ്ട്രോളജിയുടെ ഭഗവാൻ. ഫ്യൂച്ചർ പ്രഡിക്ഷൻ അറിയാമല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സ്റ്റഡീസ്. റൈറ്റ്. ഒട്ടനെ തന്നെ ഇയാൾക്ക് മനസ്സിലായി പരശുരാമൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ സുബ്രഹ്മണ്യൻ ആരെ ഏൽപ്പിച്ചിട്ട് പോയി? ഗണപതിയോട് പറഞ്ഞു, ഞാൻ ഇപ്പ വരാം. കറക്റ്റ് സമയത്ത് അയാൾ ഇവിടെ പോയി. മനസ്സിലായോ? ആര് വരാൻ പോകുന്നുണ്ട്? പ്രശ്നം വരാൻ പോകുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ പോയി. നേരെ കടന്നു വന്നു പരശുരാമൻ. ഗണപതി വെറുതെ വിടുവോ? സ്റ്റോപ്പ്. ആലോചിച്ചു, ഗണപതി ഇങ്ങനെ പിടിക്കുന്ന സ്റ്റോപ്പ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. യു മസ്റ്റ് വിഷ്വലൈസ്, റൈറ്റ്? അങ്ങനെ അടിയായിട്ട് പരശുരാമൻ പരിശോധിച്ച് ഗണപതിന്റെ ഒരു കൊമ്പ് പൊട്ടി. പോകട്ടെ ഞാൻ വിടില്ല കടന്നുകൂടാ, വേണ്ടാസനം തുനിയുന്നതു രാമനോടോ. ഇങ്ങനെയൊക്കെയാണ് വാക്കുവാദം. അവസാനം എന്ത് ചെയ്തു? ഗണേശന് ദേഷ്യം വന്നപ്പോ ഗണേശൻ പരശുരാമൻ എന്ത് ചെയ്തു? മഴ അടിച്ചിട്ടുണ്ടോ, ഇപ്പൊ നിന്നെ വിട്ടുന്നു. ഗണപതി അതിനേക്കാളും വലിയ ഭഗവാൻ. ഇതൊരാള് പരശുരാമന്റെ കാല് പിടിച്ചിട്ട് 4 കറക്കം കറക്കി. ഇയാള് കൈ മഴു കറക്കുന്നുണ്ട്. ഈ മഴു കറക്കുന്ന പരശുരാമനെ ആര് പിടിച്ച് കറക്കി? എന്നിട്ടാണ് പരശുരാമൻ ആകെ തലകറങ്ങി. ജഡയൊക്കെ കറങ്ങുന്നു ആലോചിക്കുന്നത്. ബൈ മിസ്റ്റേക്ക് കൈന്ന് എന്ത് സാധനം വിട്ടുപോയി? മുഴുവൻ വിട്ടുപോയി. തലകറങ്ങി പറയാണ്ട് പറ്റിയതാണ്, അല്ലാണ്ട് പരശുരാമൻ അർത്ഥമൊന്നും ചെയ്യില്ല. നേരെ പോയി വീണതാരുടെ മേത്ത്? ഗണപതിയുടെ കൊമ്പങ്ങനെ താഴെ വീണ സമയത്ത് ആകെ പ്രകമ്പനം കൊണ്ടു. കൈലാസമാകെ എന്ത് ചെയ്തു? ഉലുങ്ങാൻ തുടങ്ങി. എല്ലാ ഭൂതഗണങ്ങളും കൂടി ഓടി വന്നിട്ട് പറഞ്ഞു, ഇതെന്താ സംഭവിച്ചു ചോദിച്ചു. കാണുന്നത് ആരെയാണ്? ഗണപതി, ബ്ലഡ്, കൊമ്പ്, തൊട്ടടുത്ത് മഴു, പരശുരാമൻ. മഴു ഇല്ലാണ്ട് കഴിയും. കള്ളനെ പിടിച്ചോ ഇല്ലയോ? ഒട്ടനെ ആര് വന്നു? ശിവൻ വന്നു, പാർവതി. ശിവന് ദേഷ്യം വരുമോ ഇല്ലയോ? എന്താ പാർവതിക്ക് ദേഷ്യം വരാൻ കാരണം? എന്റെ മോനെ നിങ്ങളുടെ ശിഷ്യൻ എന്ത് ചെയ്തു? ആണോ അല്ലയോ? അല്ലേ? പാർവതി എന്ത് പറഞ്ഞില്ല? നമ്മുടെ മകൻ എന്ന് പറഞ്ഞില്ല. കാരണം ഗണപതി ആരുടെ മകനാ? പാർവതി. എന്തിനുണ്ടാക്കിയ? അപ്പൊ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഗണപതിയെ. മനസ്സിലായോ? അപ്പൊ പാർവതി ആരുടെ മകനാ? അല്ല, ഗണേശൻ ആരുടെ മകനാ? പാർവതിയുടെ. പക്ഷെ ആരുടെ മകനല്ല? ശിവന്റെ. അപ്പൊ അടിപിടിയായോ സാധാരണഗതിയിൽ? പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആര് രക്ഷപ്പെടണം? പരശുരാമൻ രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ വേണ്ടി പരശുരാമന്റെ അടുത്ത അവതാരം ഉണ്ട് ഒരാള്, നല്ല അഡ്വക്കേറ്റ് കൃഷ്ണൻ. അറിയാലോ? അറിയില്ലേ? എപ്പ വിളിച്ചാലും അഡ്വക്കേറ്റ് ക്ലയന്റിന്റെ അടുത്ത് വരും. ഉടനെ ക്ലയന്റിനെ വിളിച്ചു. ഇത് പൂർണ്ണാവതാരാണ് കൃഷ്ണൻ. ഇയാള് സ്ഥിരമായിട്ടുള്ളതാണ് പരശുരാമൻ. ഉടനെ വിളിച്ചപ്പോ കൃഷ്ണൻ അവിടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തുടങ്ങി ആർഗ്യുമെന്റ്. എന്താ ആർഗ്യുമെന്റ്? നിനക്കണം പുത്രരിൽ മീതയാനിയും. ആരെ കുറിച്ചാണ് പറയുന്നത്? പരശുരാമനെ കുറിച്ച് പാർവതിയോട് പറയാണ്, മക്കളെക്കാളും പ്രാധാന്യം കൊടുക്കണം ആർക്ക്? കുട്ടികൾക്ക്, ശിഷ്യന്മാർക്ക്. യുവർ സ്റ്റുഡൻസ് ആർ ബെറ്റർ ദാൻ യുവർ കിഡ്സ്. ബിക്കോസ് സ്റ്റുഡൻസ് വിൽ ലിസൺ ടു ദ ടീച്ചർ, റൈറ്റ്? Yes or no? Yes. Sometimes students will listen better to the teachers than their own parents. And all the kids will give pain to their parents. But students will never give pain to their teachers. Ano alliyo? Yes. So who is more important? Guru is more important than parents. So you should consider Parashurama is a better person than Ganapati for you.
Ganapati is only your son. But Parashurama is better because he has never given you pain. Correct or not? Ninakkanam putral meedayaniyum. Ninakku garbha prasavadi peedayal manam kalangade lebicha kunjivan. കുറേ അതിനുള്ള ആർഗ്യുമെന്റിനിടയിൽ പാർവതി വന്ന് നല്ലോണം വഴക്ക് പറയും. ആരെ? പരശുരാമനെയും പറയും, ശിവനെയും പറയും. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നു ദാനിയും. ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി എന്നാൽ അത് നൽകി അനുഗ്രഹിക്കാം. മകൻ പരിക്കേറ്റു മരിക്കലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ. രാമൻ ജഗസത്തമനാണ് പോലും ദിവ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. തായ്തീർക്കുവാൻ തക്കൊരു കൊമ്പു യാതൊന്നിൽ നിന്നോ മഴുവിന്നു കിട്ടി അശാഖിയെ തന്നെ അതാശു വെട്ടി. മഴുവിന് ഇത് വേണല്ലോ, പിടി. അതേത് മരത്തിൽ നിന്നാണോ കിട്ടിയത് അതേ മരത്തിന് ആ മഴുകൊണ്ട് ആദ്യം അങ്ങോട്ട് വിട്ടു. അതുപോലെയാണ് ആര് ചെയ്തത്? ഈ മഴു കൊടുത്തത് ആരാ? പരശുരാമന്, ശിവൻ. അതേ മഴു കൊണ്ട് ആരെ വെട്ടി? സ്വന്തം മകനെ. അത് ഏതുപോലെയാണെന്നാ പറഞ്ഞത്? മഴുവിന് ഏത് പിടി കൊടുക്കാൻ, ഏത് പിടി ഉണ്ടാക്കാൻ ഏത് മരമാണോ ഉപയോഗിച്ചത് ആ മരത്തെ തന്നെ വെട്ടിയത് പോലെയാണെന്നാണ് പാർവതി ആരോട് പറഞ്ഞത്? അതുകൊണ്ട് എന്തെങ്കിലും വിദ്യ കൊടുക്കുമ്പോൾ ആർക്കേ കൊടുക്കാവൂ? വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. വെറുതെ കൊടുക്കരുത്. കൃത്യ ആർക്കാ കൊടുക്കുന്നത്? ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞതൊക്കെ ശാന്താക്കി തീർക്കാൻ ആർക്ക് സാധിച്ചു? അഡ്വക്കേറ്റ് കൃഷ്ണൻ അല്ലേ? നല്ല അഡ്വക്കേറ്റ്. അത് കഴിഞ്ഞപ്പോ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ചു. നല്ല സന്തോഷം. പരശുരാമൻ മറ്റേ ഗണപതിന്റെ കോമ്പൗണ്ട് ഒരു വലിയ കാവ്യോ എഴുതപ്പെടുന്നു. ഗണപതിന്റെ കൊമ്പിനെ കൊണ്ട് മഹാഭാരതം എഴുതിയത് ഗണപതിയാണ്. അങ്ങനെയാണ് വിശ്വാസം. നിങ്ങൾ പീറ്റർ ബ്രൂക്സ് എന്ന് പറഞ്ഞ ആളുടെ മഹാഭാരതം എന്ന മൂവി കാണും. There is a movie by Peter Brooks, Mahabharata. കണ്ടിട്ടുണ്ടോ? 6 hours long movie. Okay, I remember seeing it in a open air theater at Ahmedabad. Drive-in theater. Drive-in theater എന്ന് അറിയോ? Yeah, you can have the big stage like a stadium where the theater will show the movie and people can sit in the car or you can sit on the floor, sleep there, sit, put the chair, have chai and the movie will go on. There are such theaters. Peter Brooks in Delhi എല്ലാരും നീഗ്രോകളാണ്. ഭീമനൊക്കെ നീഗ്രോ. ഭീമനാക്കാരത്ത് നീഗ്രോ ആയിക്കൂടെ? കറുത്ത മനുഷ്യൻ. അർജുനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മുടിയൊക്കെ കണ്ടെങ്കിൽ മെലിഞ്ഞൊരു മനുഷ്യൻ അർജുനൻ. എല്ലാരും പാഞ്ചാലി ഒഴികെ ബാക്കി എല്ലാരും, പാഞ്ചാലി ഇന്ത്യനാണ്, ബാക്കി എല്ലാരും ആഫ്രിക്കക്കാരാണ്. കാരണം ഈ കഥ നടന്നത് ഏത് കാലത്താ? പണ്ട് കാലത്ത് ആൾക്കാരൊക്കെ എങ്ങനെയാവും? ഇന്ന് കാണുന്നത് പോലെ കുറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കാണിക്കുന്ന TV സീരിയലിലെ കൃഷ്ണൊന്നും അല്ല അന്നുണ്ടായിരുന്നു എന്നാണ് പീറ്റർ ബ്രൂക്സിന്റെ അവകാശം. അതല്ലേ ശരി? അപ്പൊ അങ്ങനെയുള്ള മൂവികളുണ്ട്. യു മസ്റ്റ് വാച്ച് ഓൾ ദോസ് മൂവീസ്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഈ ടിബറ്റ് ഒക്കെ കടന്നു പോകുമ്പോ നമ്മൾ വിചാരിക്കും ടിബറ്റില് അന്നുണ്ടായിരുന്ന കുറേ he's kind of old but still smart and active. Yeah, maybe physically he would be old but mentally he's young. TP Shashikumar sir, and he asked me to call him up and just have a talk with him. Just 5 or 10 minutes talk, sir. So I said 5 or 10 minutes. I guess 10 minutes talk. He asked me, he was like, I demand you to come to Kottayam from 29th till 2nd of May. And I told my father, my dad was like, you go, I don't have any problem and I'm here. First published from the discussions with the students on Orkut. How many of you know Orkut here? How many of you know Facebook? Everyone. Orkut is a social networking site like Facebook. It belongs to Google. Okay? Which is no more. Which is no more. Which was active
10 years back. 10 years. 10 years. So this has come into light 10 years back. The chapter which I am going to present here is role of a mentor in simple living. Faith in Guru. The question asked here was, yesterday's discussion about Vivekananda's question to his Guru, have you seen God? And the Guru's answer, yes, like you are seeing me, I have seen God. Ramakrishna Paramahamsa is telling us about the universe. Who is Ramakrishna Paramahamsa? Ramakrishna Paramahamsa is telling us about the universe, that this universe is God. Please explain, sir, what exactly Ramakrishna has seen in the form of God and told to Narendranath. Who is Narendranath? Who? Louder. Whatever you have, you should speak louder. Yes, Vivekananda. Louder. Vivekananda's original name was Narendranath Datta. What exactly Ramakrishna has seen in the form of God and told to Narendranath, from my childhood, I am hearing this story, but till now I am confused. This was a question asked to him by his student Joshua. And his answer is, seeker will believe. Only Ramakrishna and Vivekananda can answer this. But the probable interpretations could be, Vivekananda met Ramakrishna with full faith of getting the answer. The answer was so firm that the seeker will believe. Faith is what will make people see God. The same faith is seen in Vivekananda. So Ramakrishna gave this answer. Yeah. Vivekananda, being a student of Sri Ramakrishna Paramahamsa, he had full belief in his Guru, and that belief and that faith made him get the answer. What Ramakrishna told Vivekananda was that this universe is God. What is the difference between many people use this tandem without knowing the difference, don't you? Yes? Is this a watch? Yes. Do you believe Yes. Because it is here. or do you have faith? Believe. Simple. Comments for this are, you are very much right, sir. Faith brings results. Faith upon self and faith upon master is necessary. A guru is a senior person who already achieved the goal. So faith upon him can make us to reach the goal. Guru will not teach. Guru will not explain or teach or describe or provide data or information. He takes one to the sun and allows to see around instead of teaching in the dark about the beauty of sunlight. He drives people to light from dark. What is the meaning of Guru? Those who takes his students from ignorance to the brighter side. Is that right? Guru Brahma, Guru Vishnu, Guru Devo Maheshwara, Guru Sakshat Parabrahma, Tasmai Sri Gurave Namaha, Ajnana Timirandasya, Gnanajana Ajnanatimirandasya Gnananjanashalakaya Chakshurunmilitam Yena Tasmai Sri Gurave Namaha. Not having knowledge is like blindness. Ajnanatimirandasya. Timiram is cataract.
Atnanam is like a cataract. Atnana timirandasya. Atnanam is like cataract. Jnananjana shalagaya. Atnanam is not having knowledge. Jnanam is like a kajal. Shalagaya is kajal. Chakshur unmilidam mena tasmai Sri Gurave namaha. Guru is the person who gives that kajal. Who puts the eye drops? Eye drop so that your problem in your eye will go. Cataract will get treated. Not having knowledge is like blindness. Timiram, cataract. And the Guru removes it with the knowledge. Eye drop. So that's the end of this. Faith in Guru. Explain the back cover. This one. Grow like a tree and fall like a river. This is the principle of Dr. T.P. Shashikumar sir. Whatever obstacles you get, the tree grows, even though there could be some heavy wind or rain, but still the tree grows. In this, and even a river, like even there is a bund or anything, it will just overflow. I am not getting that explanation in your style. Try. You tell it. Try. The tall tree, yeah. Yes. You can say that the trees grow in spite of all the four seasons which goes through the year, whether it's autumn, summer, winter, spring. It will grow and it will produce fruits at the correct time. And in the case of the river, no matter whatever obstacles it's going to happen, and suppose you fail in the exam, no matter you fail or pass, you're supposed to just go on rather than stopping in. Good, great. There could be obstacles in your life, like a tree can have some stones or branches which falls inside the river. Either the river will take the stone along with it. A lot of stones with heavy stream, it goes along with so your problem should go along with you in your life. The river never stops because there is a stone fallen in its root, right? It either goes by the side or maybe below that or above that. It will try all means, it will never stop. So when you have problems, don't get stopped. Try to use all the different paths to circumvent that problem. And if there is a big bund which stops permanently, that also can happen. But still it keeps filling its water inside. So that one day the bund will become full and it starts overflowing. So when you have bigger problems in life, the overflow of a river is beautiful. That's where it gives you waterfall, right? So you wait until that gets filled. But then first opportunity for you to overflow, use it. Unless you fill, you will not get a chance to overflow. A tree can have a big heavy wind, it may fall down. You have seen big trees, right? If you become very stubborn in your life, like a stubborn tree, with a wind it breaks. A flexible tree, with a wind it will come down, but next day morning again it will raise back, right? And if there is an obstacle, you will see the tree always try to reach to the sun. Correct? There may be some other bigger trees or maybe some other obstacles which hides it from the sun. It will find at least one leaf which will start growing there, and then it finds its own path. That's how you should be. Your brighter future is in your hand, the inner potential. Like a tree, you don't know. The tree doesn't know where it goes. The river doesn't know where it goes, but it keeps growing. And all the time when it flows,
the water makes everybody to get into that, clean their dirtiness, but it never carries the dirtiness. Right? All the dirt, it will go down, settle down, and then the flow will continue. That should be your attitude. Yeah. Yeah. Lord Krishna, In search of you, Krishna. in search of you, Krishna. I was okay. I know. Folk Love is a poetry written by Dr. T.P. Shashikumar sir. In search of you, Krishna. Life of Love is a book of collection of poems. In search of you, Krishna. My search begins through you, to find you and to end in you. In search of you, Krishna, once more. I depend on you to help me find you. I depend on you came into this world in diverse forms, fish, tortoise and pig, to save our Devi earth. From the pillars as Narsimham you came, to fight against Hiranya for Prahalada. Granted salvation to the devil King Mahabali, incarnating as the dwarf Vamana. You came as Ram, the apprentice of Shiva, Kshatriya Brahmana with an axe in hand. You came as Sri Rama, the man of Dharma, always believing that truth should triumph. Your childhood was well spent, O Krishna. Balarama, your playmate, the plough your toy. And while you wait for your 10th avatar, I am reminded of the stories of your birth. Did you come as Siddhartha, the Buddha, parting with Yashodhara to love this world? Chances are scarce for you to have done that, as you were Sita Raman and Radha Krishna. Did you come to this earth as Christ, Shankara, Bapu, Baba, Guru or Amma? Neither seeing the fullness in them to believe, nor a creative style as in the other 9. Is it only a joke that you are Kali, that created Valmiki and Vyasa? Your story enacted in a single location, was recorded by them in separate books. When you reincarnate for the 10th time, whom have you chosen to write about you? Where do I begin from the huge literature of your story? You are the only one who can help me. My search begins through you, to find you and to end in you. From Ernakulam, Tripura. I am studying in Chinmaya Vidyalaya, Which is Tripura. bigger, Ernakulam or Tripura? What is speciality of Tripura? Yeah, Greek Palace temple and not named because of what? Anyone is having a mobile with you? They were the rulers. The hill palace is because of the king, right? Tripura palace is what is famous. My mother is working as teacher nearby school, subject Hindi. My father is working here in the learning. Kannu. Yeah. Now he going to Kannur. Kannur friends. Kannur friends. Yesterday I have attended SARS class first at Ernakulam, 2 sections. Later sessions. Later I was not able to attend because I was having entrance class in the learning. So I was having entrance class. And the Kodumallur camp also I was not able to attend. Now I am so happy because my day before yesterday my father informed me about this camp at Kottayam. And first I was very doubtful because I have not attended a camp like this 4 days camp, and I have not left my house without my mother. I have not went to anywhere. And my mother also said you can go because it's the first time. It will be nice and you will learn to adjust with First time she everyone. will enjoy.
No. She It's will the enter first without you, time. no? No. First time you can go. You have not yet gone attended any camps, so it's good. So I started packing my dress and I came here, and Subhosa, first thanks to Subhosa because he only brought me here. And yesterday there were many games such as Anarki Chichi told that birth date, then Don't starting. repeat. No point should be repeated. And PPL sir also here. I know him, and sir, I love you, sir. And yesterday sir took the class very nicely. It was very interesting, and many videos also. It was very interesting. Then sir taught us many things to be social being and to be a human being, and about he taught us many things and useful. First of all, stop this word many things. Be very specific, one point, that's enough. See, now 4 times you said. Yesterday he told me, he saw many videos. It doesn't make any sense. One of the video which you like to explain, that is very good. Okay, instead of saying, I ate many things, what you should say? One very specific. These are not training yet. A specific video which I liked was the March border, Pakistan-India border. What is the program called? Reading retreat. It was very nice, and they did it perfectly. There was something to study. So the camp was very interesting. Thank you. My experience of yesterday's section. It was Yesterday's? section. Yesterday is enough. Sessions you can never. Wow. SCSSIUI session. Thank you, sir. Then I'm very happy to hear. First of all, I thank my father, Subhosa. I call my father, sir. Now he is my sir. I really call him sir. Then I also thank Inspire Learning to For organizing for such a organizing program. this best program. Then after coming here, I have Aravinda Vidya Mandiram for the good ambience, hostel, food, making and us also comfortable. this school and this school principal, their staff, and hostel wardens. I'm thankful to everyone. After coming here, I have met so many friends. Maybe your I have met everyone going to their rooms. They came to. Went and met all of them in the room. Then today morning we were discussing. We have discussed the after keys. We got take a specific. We are now also we are confusing which case we should take and who are participants and what are their roles. Yesterday
59. Then, what should I do? 6. Good morning. Good morning. Like, don't do like an LKG student. Okay, fine. Good morning, everyone. TB sir and Priya ma'am. And Sumant sir was there. Since he's not listed, good morning to you. And then Anusha. And everyone present here. Didi. Didi is Dadi. Okay, but whatever it is. Yesterday was a different experience for me. I've attended so many camps. The students, my first grade. I've attended Toastmasters, Super Kids, Super Teens, which is conducted by Mr. Sampat Kumar, and then I've attended so many camps in our church, which TP sir has given a session there. That's how I came to know. I mean, my parents attended the session there, and they called me up last Friday and told that there is a camp conducted by our church where TP Shashikumar sir was given a session on career guidance, and my parents told that he had a very bad feedback about our juniors because they were very silent it seems. Okay, then on Monday morning I called him up and I talked to him for 5 or 6 minutes, and then he told me there was a camp which is conducted in Palikatodu in Arvinda Vidya Mandiram, and now I'm here with you guys. I have different experience because most of the places where I go, I used to have friends of my age, but then yesterday my roommates were Gauri, Ganga and Pavitra. Gauri is in 3rd. You're going to 3rd, no Gauri? No, Ganga? And she's going to 6th. And the other girl, she's going to 10th. And I finished my 12th. So much of age difference. I never expected my roommates to be like that. Because even in 11th and 12th, I had roommates of my age itself. I had 12 with me. I never had a chance to be with kids. We weren't put with kids together. They will never put with small kids because we have ego clashes. That was our warden used to tell us. It was a different experience, but yesterday I didn't have a good sleep. The small one sitting there, she off 5-6 times the fan. 5-6 times that naughty girl she off. And then each time... She will have a complaint. You switch on the fan 6 times. Fan is common See, for many her. people have this feeling. Yeah, that's what he's telling is everything is a good and a bad side, okay? For her, it may be not be comfortable. For me, it may be comfortable. Yes, suppose She that. must be feeling you came for trouble. Yeah, what is it? And the funniest thing is that she doesn't have a blanket or a bed sheet so that she can cover herself. And I told I'll give mine. No need. You off the fan, I don't want it. Very simple. Good that she did only that much. I have like marking. Yeah. Picture markings there. Good. But one day that was finished, right? And then what I experienced was there. All these were the same things which I experienced in the hostel itself. Like I'm seriously blessed that I have such good parents to put me in a school like St. Mary's. Because in St. Mary's it's like... Don't. You have to explain your experience here. Okay. Don't go back to St. Mary's. Okay, fine. That's what I told. I had almost the same kind of experience which I had in my school itself. That's what I told. I had very good parents. I'm blessed to have such parents. Somebody says, I Even though don't they are eat not chicken, I eat mutton now. I eat mutton, not chicken. It makes no sense because everything is dead. It only contains flesh. The normal term is flesh meat. That's it. And it contains a lot of blood. Yesterday you have seen it. 20%, 30% blood goes outside. 80 to 70% blood floats inside. And when any animal is killed, even if you are made to have little bit of wound and pain, it's called suffering, right? Every suffering will create agitation mode. And you will have tension inside. You will have worry inside. You will have anxiety inside. Your whole body chemistry will change. The body chemistry will change your internal biochemistry,
and then it could cause a lot of troubles in your body. Many of the diseases are not because of the meat what you eat, because the content of the blood which the meat has. Every disease is tested through the blood test, right? So, don't you know the blood gets warm, and then when you get angry, the pressure rises, the biochemistry of the body changes. Therefore, the meat when you eat, all that character will also come in. Even if you boil it, it doesn't go. Okay. Sir, I want to ask something else to you. It's like, can you please tell me all your qualifications? Because when that poster was sent by my mom, I saw all those MSc, MPhil, PhD, LLB, MBA, and I had a shock. Because how long you would have studied. And I want to know what all did you specialize? No, you could ask me specific questions. Don't ask me biography. That's what I want to know, like MSc in which subject and MSc is in mathematics in Cochin University. BSc also in mathematics. BSc mathematics in Pioneer College. Fellowship. That is in Kannur district. Okay, then. BSc I studied in 3 colleges. 3 colleges? How come? I was pushed out of college, being the best student. Okay. Seriously, BSc in 3 colleges. I jumped from one college to another college. Okay, and your MSc? MSc I did in 2 colleges. Calicut University. Calicut I did in Devagiri College, Cochin University after that. And then you did your MPhil in? MPhil in Applied Mathematics from Bangalore University. PhD in Fluid Mechanics Fluid Mechanics. from Bangalore University. And then LLB. Do you have any specializing in LLB? LLB, there is no specialization. You will have to learn all the Laws. And then MBA? I did LLB because Kerala's best advocate happens to be my, he is no more, 3 years back he left. He was the best In Kerala. advocate in Kerala. All the judges would have attended his classes. Anybody who is in legal field will know TP Kelu Nambiar. TP? Kelu Nambiar. Is my maternal uncle. And then you have done your My MBA. roommate at PhD happened to be an LLB student. When I was doing my PhD, he was an LLB student. So I learned law while I was doing my PhD. Then I just registered and got a degree. What about MBA? What your specialty in MBA? MBA was HR Knowledge Management. My knowledge management interest came after listening to the actor in Bombay movie. There was a Muslim actor, right? The Hindi actor, very famous. There are 2 Nazir. parts. Eh? Nazir. Yeah. The bald fellow. Nazir. What is his name? Nazir. Nazir. He was my teacher on management. MSc? MS in psychotherapy and counseling. All rounder. So till what age did you study? I'm still studying with that. That what you're telling is true, but still you must have got all these degrees. I have still registered few certificate programs. I'm not very seriously doing it. I registered a lot of programs that. I'm a student of MIT now, Stanford now. edX programs I keep on adding my qualifications. So you're learning by online? Online learning. I keep assignments. Sometimes I'll write assignments. How many exams you must have attended? GATE, NAT, CAT? No. No. Our time there is no gate. We just jump the fence. It's based on the merit, right? We never It's based on the merit, open right? gate. Correct? It's based- Supposedly, we never had a gate. We just jump the fence. You were selected based on the merit, right? Me? Yeah. Where? Wherever college is that. What Tell is- me which college. For Suppose, which program? suppose after 12. After 12. You tell me how much mark I would have got at 12. I don't know how much I would get. Guess how much I would have got. 80, 90. 52%. What? So can you please Namaskaram. No energy. Namaskaram. I'm Anusha. I call him Chachu, so I'll be using Chachu instead of sir. I'm Chachu's student since
2010, March 23rd. The day when he came to my college to give a motivational session, and I was very much inspired by that session and became his student. Which year, which college, which course? In 2010, March 23rd, when I was doing my engineering third year, not 9th class. Which college? The interaction, my college is JBREC, Jogirpalli Bhaskar Engineering College, Science. So during that time, I got introduced to Chachu, and from then our association has started. And I should actually say that my learning journey has started. After meeting Chachu, I understood that learning is also an art, and the art of learning, the name of this particular camp, is apt actually. Since then, I have been seeking his help in multiple forms, whenever I had some subject related queries or any questions related to anything under anything in the universe. It may be history or polity or computer science or management related or anything except sports. All other queries I used to ask him, and he used to explain it entirely differently. And I have given my various exams like CAT. CAT is for management, and CAT is a management entrance exam. And I have given GATE. It's for MTech. Then I have given GRE. It's for MS abroad. I have given my GMAT. It's for MBA abroad, and many other exams. So, and I gave them successfully, not just given them. And that's because of him. I used to attend the coaching classes in Hyderabad, but I was never confident about writing these exams. Then I used to go with my books to Chachu's home and ask my queries, and he used to give some tips how many of you know reading comprehensions? Even in school we have reading comprehensions, right? So we have reading comprehension in all these exams, and I was very poor in reading comprehensions. I used to get around 1 out of 10. Okay, so I told him that I am failing in this, though I am getting good marks in maths. Then he said, get the books. After that, he explained me a trick of solving these reading comprehensions, and then that helped me in cracking all these exams and everything. Then later I joined Infosys as systems engineer. I did my internship in GE. It's one of the topmost company in the world. So I asked him whether I have to continue with GE or go to Infosys. He suggested me to go to Infosys because Infosys has a training program. So he always says never miss a chance of learning. So again, training is something which helps you in learning, right? So that's how I joined Infosys, and currently I'm part of Infosys since 3.5 years. And I have come here because you are writing statement of purpose, right? So in the same way, he used to ask me what am I going to do, what is my aim, and all that. It was a similar assignment which was given to me. So in order to get an admission abroad, we have this SOP, statement of purpose. We have to write why we are seeking admission in that particular college. So initially I didn't know what is the statement of purpose and all that, but because of the assignments which he has given,
I understood. Okay, so I have to have an aim in my life. So in order to reach my aim, what are the steps I am going to take? And how am I going to achieve it? That's what even the universities want. Like, why am I seeking an admission in that university? And after passing out from that university, what am I going to do? Again, whether I will be going for higher studies, how will this particular degree help me in pursuing my career goal? That's what is required. So I have received admissions from most of the top colleges in US. So today I am here because learning is a journey, and there's so much I have to learn. So I did not even learn 1% of the knowledge which he has. So still there is 99% chance for improvement, and that's the reason I am here. I have been to Kerala. This is my 4th visit to Kerala. So in the last 1 year. In the last 1 year. Even this time when I asked my manager that I want to leave because I'm going to Kerala, he asked me, are you a Keralite? Are your parents living in Kerala? That was the first question he asked me. I said, no, I'm going for these sessions. So even previous 3 visits were I went to Naduvil, that is Sir's birthplace. Because she is in Kerala, she lost her German visa day before yesterday. She was supposed to submit the papers, she couldn't. That's nothing when compared to the learning which I am getting here. Last 3 visits were to Kannur. It was particularly to the place Naduvil. Naduvil is his birthplace, where you will see a beautiful 200-year-old home. I would not call it a home, hermitage. So its name is Gnanam. So I went there along with my friends. So every time friends have changed, but my visit was frequent. So there we had students from different places in the same way, you people are from different places, right? In the same way, but we had camps in Gnanam, wherein I have learned so much from those students, the way creative they are, and the way they run and come when when Chachu calls. So even when after Subodh sir's speech, he asked me, go and speak on the stage. I said no. Even he forced me actually. So these are all learnings which I am getting from him. Now I'm not shivering. Yeah. Previously I used to shiver whenever I am on stage. So slowly I'll improve. But Infosys, you don't shiver, but the managers shiver, right? In Infosys, it's entirely different because that's the technology which I am working in, and I'll be able to explain everything, but here I don't know, somehow when I'm sure your papa will be happy. I'm going to send it WhatsApp. But here whenever I see him, I shiver. So I am here like you to learn many things from him, to improve myself, to see if how do I achieve my current career objective, and rethink my plans. Any questions? Do you have any questions you could ask? Okay. You're so silent. You want them to be violent? Yes. Yeah, they will. Do you understood anything? Yes. Yes. You should have a tree. And gradually you have to have grooming the kids.
you have set your ambition? Yes. Yes. His son is also following the son. My son finished from Tata School of Social Sciences. His son is going to join Tata School of Social Sciences. He did it St. Stephen. Yes. One of the best graduate programs in India is from St. Stephen's College. To get admission for you, the required +1/+2 mark is 100% in all subjects. That is how the standard of it college. The attachment and detachment is at mind level. You meet or not is immaterial. You talk or not don't matter. There are friends and relatives that you know will be with you at times, not for any purpose. When you meet each other, you enjoy. Else fine, there is no concern. They are just at the back of the mind and heart. You enjoy being together too, but have no longing for that. That is attachment at mind level. Even though physically there is no attachment, it is like attached detachment, matured, spiritual level. Thus, you may be together, but not at all for being happy, being comfortable with it. Whenever you get a chance, you will run away. Such is the case of many of the relations, for the purpose, for benefits. Physically, together without being together is detached attachment. Profit and loss account in relation. Expectations are high from each other and maintained for the purpose of the society and status. Many of the marriages are also in this manner, utterly selfish. A few are such that they can't live without seeing and being together. Such are the teenage and adolescent feelings. They enjoy together. Momentary feelings are the drive. They don't think of the future and the consequences. At psychological or at the level of feelings that is mostly momentary, goes away in time. Many are not bothered about relation, contact, etc. They are animal in nature. They just eat what comes forth but don't think of where it came from, and not bothered of tomorrow whether they will get or not, just concerned at that moment, utterly animate. So watch your friends and relatives as of which type which way can be assessed by the way they are reacting. Natural feeling that comes in the mind and in fact accidental reaction is the assessment of the individual value. Conditional, cultured, polished reaction is only value show. Many will react in the polished way as that is what is expected from them. They learn to be so or get tuned to be so. The falling off unjust to them will be the next feeling, and the people are upset even after doing good things. The value person will like to do something, but the society may not permit him to be so. Thus, the person will get surrendered to the circumstances. He too is not happy. Value-based and courageous person can be happy. The comment for this is, courage is the thing that matters. Respected Surgery, in the mail I wrote about leading simple life which is based on values, and I wrote about courage too. Then after reading, value with courage is needed to be happy. I thought that how I can lead a value-based life when I don't have the courage. It's a big question. Hi, my name is Amina. Get on to stage. Okay. Now I'm in 11 over here in Aravinda. I used to be in Birla Public School in Qatar. The reason I came here is or because of stuff. It's not actually those very suitable situation to learn over there. So it's just not everybody is too competitive, or they don't have high aims.
like the kids in Like India. me. Okay, like the kids in India, because they are more competitive and they have great aims and their thinking is much more forward than what a 10th standard student have over there. So I didn't want to, stay over there and be like them. I wanted to be something more, something better. So sir came and I got very inspired through his classes. Always. One day between class. Yeah, special class. Those classes really inspired me, and it made me know myself more and made me think that I could do more. I mean, I am capable of doing more than what I used to think I could do. So that's a real big change in me. So yeah, that's why I'm here, and so selected me from there. So. Hello, എൻ്റെ പേര് ബിനു. എൻ്റെ മോള് അമീന, അവൻ്റെ ഹസ്ബൻഡ് ബുസ. എൻ്റെ മോളെ ഇവിടെ ചേർത്തിട്ട് ഞാൻ സ്കൂളിൽ സാറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു സാറിനെ കാണാണ്ട് പോകാൻ പറ്റില്ല. എൻ്റെ മോൾക്ക് ഞങ്ങൾ ദോഹ ഖത്തറിലാണ്. അവിടെ 10th വരെ പഠിച്ചു. പക്ഷേ ഇവിടെയുള്ള കുട്ടികളുടെ ഒരു ജീവിതത്തിനോടുള്ളൊരു ആഗ്രഹവും അവിടെയുള്ള കുട്ടികൾക്ക് കാണുന്നില്ല. അപ്പൊ എൻ്റെ മോൾ അമീനയ്ക്ക് അവിടെ നിൽക്കുമ്പോഴും അവളവിടെ സൂത്താകാത്ത പോലെ തോന്നി. അങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഡെയിലി വേണ്ടി കാലി ചുറ്റിയത് പറഞ്ഞ് സാർ അവിടെ ക്ലാസ്സിന് വരും. അപ്പൊ സാറിനെ പറ്റി ഇതിന് മുമ്പ് നമ്മൾ വായിച്ചും വീഡിയോസ് കണ്ടും സാറ് എനിക്ക് നമുക്കറിയാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ശശികുമാർ സാറ് വരുന്നത്. അപ്പം ചിലപ്പം ഞാനായിരിക്കും ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത് എൻ്റെ മോളെ വിടാനായി. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ സാറിനെ പോയി സാറിൻ്റെ ക്ലാസ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും വർക്ക് കഴിഞ്ഞു വരും. സോറി. No. She will learn Malayalam. That's why she is here. അപ്പം ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കൊച്ച് രാവിലെ ഉറങ്ങി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങളും ആ സെഷനിലിരിക്കും. അപ്പം അങ്ങനെ ഇപ്പം നമ്മളെ പ്രായമായി ഞങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള യങ് ഹാർട്സിനെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടോർച്ച് ലൈറ്റ് ആണ്, നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് സാർ മുമ്പിലുള്ള പോസിബിലിറ്റീസും നിങ്ങൾക്ക് പോകാനുള്ള വഴികളും. അത് അറ്റ് എനി കോസ്റ്റ് അത് യൂട്ടിലൈസ് ചെയ്യുക. നമ്മളത് ആദ്യം നമ്മൾ കുറച്ച് നാളത്തേക്ക് എടുത്ത് പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ ടു ദ വെരി എക്സ്റ്റെൻറ്റ് സാർ നിങ്ങൾക്ക് തരുന്ന ആ എനർജി മുഴുവനും Wait. പറയുന്നത് വരെ എഴുന്നേറ്റാണ് ഇരിക്കുക. അവിടെ ഇരിക്കാം. അമ്മയും അച്ഛനും ശരിക്കും ആശീർവാദം കൊടുക്കുക. Good. Give them a big clap. ശരിക്കും ഇതുപോലെ ചെയ്യാൻ കേട്ടോ. യെസ് ഗുഡ്. നിങ്ങളുടെ ആരെങ്കിലും പാരന്റ്സ് ഉണ്ടോ? വിൽ ഡു ഇറ്റ്. റൈറ്റ്? ഗുഡ്. താങ്ക് യു.
കളിക്കുന്നത്. ശരിക്കും അനുഗ്രഹിക്ക് പുറത്ത് നോക്കിയിരിക്കാം. Good. Fed you, right? ആണോ അല്ലയോ? യെസ്. ബാക്കി ഇപ്പൊ ഇവിടെ ഇല്ലാത്തവരോടും പറയാൻ പറയണം ഓൺ ബിഹാഫ് ഓഫ് ദം. Chalo. Yeah, we'll have the concluding session. Be on seat. നമസ്തേ. 4 ദിവസത്തെ ആഘോഷമാണോ അടിച്ചു പൊളിക്കലായിരുന്നു? പഠിച്ചു പൊളിക്കലായിരുന്നു? ഇവിടേക്ക് വന്നപ്പോ ഇതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്താ പ്രതീക്ഷിക്കുന്നത്? വളരെ എൻജോയ് ചെയ്തു, പഠിച്ചു മനസ്സിലായി. അങ്ങനെ ചാപ്റ്റർ പ്രസന്റേഷനിലും മാത്രം ശ്രദ്ധ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മാത്രം ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങളുടെ ഏറ്റവും എല്ലാ ഘട്ടത്തിലും ഓർമ്മിക്കപ്പെടുന്ന 4 ദിവസങ്ങളാകട്ടെ, അതെല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ദിവസങ്ങൾ ഇനി ഉണ്ടാകാതിരുന്നിട്ടല്ല, മറിച്ച് എത്രയോ ദിവസങ്ങൾ ഇതുപോലുള്ളത് സംഭവിക്കുമ്പോൾ അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്നതാകണം ഇതിന്റെ ഓർമ്മ. അതുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം സർട്ടിഫിക്കറ്റ് എല്ലാ പാർട്ടിസിപ്പൻസിനും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ജീവൻ അതൊന്നാ ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ട് തരാം. നെല്ല് ശിവാണി അതേതാണ് അനന്തു ദേവി കൃഷ്ണ ആദർശ് ഗീത അനഘ ബി അനാമിക എ ദിവ്യ ജോൺ ദിയ ജോസ് നമിത റോസ് വിനു വീണുന്നൊക്കെ വായിക്കുന്നുണ്ട്. ഗൗരി കൃഷ്ണ ചില്ലറ പൈസ PS പൈസ അജയ് ഗോപാൽ അല്ലേ ഗൗതം ഗോവിന്ദ് വിഷ്ണു വി നായർ
Siddharth Sai AS. Durga Anusha, Hyderabad. Thank you. Vidya Das K.R. Aditya V. Arya AS. You missed a lot. എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഓട്ടത്തിലുള്ളൊരു പാട്ട് എഴുതി അതിലാതെ ശരിക്കും വെച്ചിട്ടുണ്ട്. പവിത്ര അയ്യപ്പ, ആദ്യ വൈഭവ്, കഴിഞ്ഞില്ലേ? ജാനറ്റ് എലിസബത്ത് ജോൺ. 2-3 സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എത്തിയില്ല. ഒരു ഗിഫ്റ്റ് കൂടി നമ്മുടെ എക്സാം ഒരു ഗിഫ്റ്റ് കൂടി. ആ എക്സാം നടത്തിയത് 98 മാർക്ക് കിട്ടും. ഏറ്റവും നല്ല വികൃതിയായി ഇത് പുതിയ നമ്മുടെ നവരസങ്ങളൊക്കെ ഒരു വേറൊരു രസം ഇപ്പൊ കാണാൻ പറ്റുമോ? നോക്കി ഒരു രസത്തിലും പറയാൻ പറ്റും. ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്താണ് കരയാണോ ചിരിക്കാണോ. ഈ രസത്തിന് നമ്മളൊരു പേരിട്ടുണ്ട്, ശിവാനി രസം. Silent support, right? Yes. Group pic. Group pic. This is our gift. It's a chart. To display somewhere so that students will know. നിങ്ങൾ പാരന്റ്സിന് കാണും ഇതാണ് ഇവിടെ നടന്നത്. സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ 4 ദിവസങ്ങൾ എൻജോയ്മെന്റ് ആയിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു, ലേണിംഗ് ആയിരുന്നു. ഇതൊരു ഒത്തിരി ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ, കണ്ടിന്യൂ ചെയ്യുക. ഇനിയും ഈ സ്കൂളിൽ വരാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കണം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സ്കൂളിൻ്റെ രജത ജൂബിലി വർഷമാണ് ഈ വർഷം. കുറേയേറെ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോയി അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Namaste. Namaste. How was the session? Super. Thanks a lot, Chachu, for the wonderful experience you gave. Thank you, Subodh sir, and Inspire Learning. Thank you, Priya ma'am. Thank you, Arvind Vidya Mandiram, for the hospitality. Thanks a lot. I enjoyed with the hyperactive students ever I have met. Chachu, Chachu. Chachu, Chachu. Thank you, Chachu. Thank you, Chachu. You are the best, Chachu. You are the best, Chachu. Enjoyed a lot, Chachu. Enjoyed a lot, Chachu. Thank you, Chachu. Thank you, Sare. Thanks a lot. പള്ളിക്കത്തോട് കാനിയാനിച്ച കാനിയാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി താനി പള്ളിക്കത്തോട് പ്രദക്ഷിണം.
present here, especially Subodh sir for coordinating such a program. He told that sir എന്താ സുൽത്താൻ ബത്തേരി മുതൽ കൊച്ചി വരെ കണ്ടുപിടിച്ച അങ്ങനെ ഒരു സ്ഥലമാണത്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. പിന്നെ ടി പി ശശികുമാർ സാർ, അച്ഛനമ്മയാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഇങ്ങനെ ഒരാളെ പഠിച്ചപ്പെട്ട് എന്നോട് പറഞ്ഞതിന്. പിന്നെ അരവിന്ദ വിദ്യാമന്ദിറിലെ ഇവിടുത്തെ പ്രിൻസിപ്പൾ മാം മിസ് കവിത, പിന്നെ ഇവിടെ അതിൻ്റെ കോർഡിനേറ്റേഴ്സ്, പിന്നെ സുബോധ് സാറിൻ്റെ ഭാര്യ പ്രിയ മാം, പിന്നെ അഞ്ജു ചേച്ചി, അനൂഷ ദീദി, പിന്നെ ഇവിടുത്തെ എല്ലാ പേരൻസും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ വികൃതി, നോട്ടി, സ്മാർട്ട്, ജോളി എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. നൈസ് എക്സ്പീരിയൻസ്. ഞാൻ ഇതുവരെ കൊച്ചുപിള്ളേരോട് അങ്ങനെ ക്യാമ്പ് കിട്ടില്ല. മിക്കവാറും എൻ്റെ പ്രായക്കാർ കൂടിപ്പോയ ഒരു 9th 8th, ഇതെന്ന് വെച്ചാൽ എല്ലാ പ്രായക്കാരുണ്ട് 6th 5th 4th എല്ലാം. അതിൽ ഏറ്റവും മൂത്തത് ഞാൻ ഇങ്ങനെ നടക്കണം, എനിക്കൊരു വരാതെ തോന്നി. ബട്ട് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. And I would say, I would tell all the parents and my friends sitting here, you should go tell everyone there is something happening like this and bring more and more people to such camps. Thank you. ഞാൻ ഈ വേദി എൻ്റെ മാതാപിതാക്കൾക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ഇവിടെ സ്കൂൾ മാനേജ്മെന്റിനും, ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും, സുബോധ് സാറിനും, ഇൻസ്പയർ ലേണിങ്ങിനും, ശിക്ഷ അക്കാദമിക്കും എല്ലാവർക്കും നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ്. എക്സ്പെഷ്യലി വി താങ്ക് ടു പി ശശികുമാർ സാർ. താങ്ക് യു. First of all, thanks to Subodh sir, Inspire Learning Group, TP Shashkumar sir, Aravinda Vidyamandiram Pallikattodu, Priya ma'am, everyone who supported us, and all our friends and parents who were with us all the 4 days, and really thanks to everyone. Namaste. I am using this opportunity for thank all one who supported us, especially TP sir, Subodh sir, and then I could say that this is my father in front of me. All of them calling him sorry. And also for Inspire Learning for arranging use your brain fully. Not only use your brain for creating, but also for your academics. Thank you. നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. ഇപ്പം ഓരോരുത്തർക്കും അവരുടേതായ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ആവശ്യമാണ്. പക്ഷേ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ അലിഞ്ഞു തെറ്റിയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഗൈഡൻസ് ആണ് ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ വന്നില്ലായെങ്കിൽ, ഇങ്ങനെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ശരിക്കും പറയാൻ പറ്റും എല്ലാവർക്കും വലിയൊരു നഷ്ടമായി പോയത്. കുറേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം സെയിം പ്രായക്കാരുടെ കൂടെ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് വലിയ അക്സെപ്റ്റൻസ് ലെവല് അങ്ങനെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ട്. അപ്പം എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. താങ്ക് യു ഓൾ. താങ്ക് യു. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ നമുക്ക് ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന സുബോധ് സാറിനും, ശശികുമാർ സാറിനും, കവിത ടീച്ചറിനും, മനോജ് സാറിനും, അനിൽ സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പുറകെ നമ്മളെ സപ്പോർട്ട് ചെയ്ത അഞ്ജു ചേച്ചി, ക്യാൻറ്റീനിലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഫുഡ് വളരെ നല്ലതായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, 4 ദിവസം നമ്മൾ കഴിച്ചില്ലേ. പിന്നെ പ്രിയ മാം, എല്ലാവരും നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഇത്രയും നല്ലൊരു ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. ഈ അവസരം ഞാൻ എല്ലാവർക്കും നന്ദി അറിയപ്പെടുന്നു. നന്ദി. നമസ്കാരം. എല്ലാവരുടെയും എനർജി ഇത്തിരി പോയോ? ഇത്രയും നമസ്കാരം പറഞ്ഞിട്ട് നമ്മൾ ഈ ക്യാമ്പിന് വരുന്നതിന് മുമ്പ് മിക്കവാറും ആരും ഇങ്ങനെ പുറത്തോട്ട് വന്ന് സംസാരിക്കാൻ അധികം ഇതുണ്ടായിരുന്നില്ല, മടിയൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ ഈ ക്യാമ്പ് കഴിഞ്ഞതോടെ കുറെ പേരെങ്കിലും അത് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ ഉൾപ്പെടെ. ഇപ്പം ഞാനും കുറെ സംസാരിക്കാൻ തുടങ്ങി. ഈ ക്യാമ്പ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നിൽ കുറെ മാറ്റങ്ങളും വരുത്താൻ എന്നെ സഹായിച്ചു. ഞാൻ ഈ ഇൻസ്പയർ ലേണിങ്ങിനും ഡോക്ടർ ടി പി സാറിനും പിന്നെ
Subodh Sirnum, Anusha Didi, Priya Ma'am and Aravinda വിദ്യാമന്ദിരത്തിലെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത്രയും നല്ല 4 സുന്ദര ദിവസങ്ങൾ തന്നതിന് നന്ദി നന്ദി നന്ദി. ഇതെന്റെ ജീവിതത്തിൽ 4ാമത്തെ ക്യാമ്പാണ്. എന്തെങ്കിലും ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിലൂടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയുന്ന പിള്ളേരായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആവും. ഇത് ന്യൂ എൻവയറമെന്റിൽ ഒരു ക്യാമ്പ് നടത്തുന്നതിന് എനിക്കിത്തിരി മുതലത്തെ ഇത്തിരി ഭയമുണ്ടെന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. ഇങ്ങനൊരു ക്യാമ്പ് തന്നതിന് ഞാൻ എല്ലാവരും നന്ദി പറയുന്നു. സുബോധ് സാറും സാർ എല്ലാവരും ഞാൻ നന്ദി പറയുന്നു. അരവിന്ദ വിദ്യാമന്ദിരത്തിലെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു. കുറേ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെയും. അടുത്ത കാലത്ത് ഈ ഒരു മാസത്തെ എനിക്ക് തോന്നുന്നൊരു 5ാമത്തെ ക്യാമ്പാണ്. ഈ മാസത്തെ 5ാമത്തെ ക്യാമ്പാണ്. ദുബായ്, ദോഹ, ഇതൊക്കെ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ മാസം നല്ല ഉദ്ദേശിച്ചത് ഫോർ ദ ലാസ്റ്റ് 30-40 days. കുറേ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടത്തുമ്പോഴൊരു ഗുണം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എൻ്റെ വീട്ടിൽ നടത്തുന്ന പോലെ നടത്താൻ പറ്റുന്ന അതും റെസിഡൻഷ്യൽ ക്യാമ്പ്. റെസിഡൻഷ്യൽ ക്യാമ്പ് ഇത് ഈ വർഷം ആദ്യമായിട്ടാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് സാധാരണ നടത്താറുള്ളത്. അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു ചോദ്യമായിരുന്നു, തെക്ക് ഭാഗത്ത്, കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നടത്താൻ പറ്റുമോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ പ്രപ്പോസ് ചെയ്തതാണ് അരവിന്ദ വിദ്യാമന്ദിരത്തിൽ നടത്തണം. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ 3 സ്ഥലങ്ങളിൽ നമുക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പള്ളിക്കത്തോട്, 2ാമത് കൊടുങ്ങല്ലൂർ, 3ാമത് കണ്ണൂർ. എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല ഫെസിലിറ്റിയും നല്ലൊരു എൻവിറോൺമെൻറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ് പള്ളിക്കത്തോട്. അതിന് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും അഡ്മിനിസ്ട്രേഷനോടും സ്റ്റാഫിനോടും ഏറ്റവും നല്ല സ്റ്റാഫ് ക്യാൻറ്റീനും ആംബിയൻസും. ഇന്നലെ രാധാകൃഷ്ണൻ സാർ വന്നപ്പോൾ നമുക്കൊക്കെ ഭയമാണ് പലപ്പോഴും പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരിന്ന് റിസീവ് ചെയ്യാമെന്ന്. നമ്മുടെ റെഫറൻസിൽ വരുമ്പോൾ അദ്ദേഹം പോയിട്ട് പല സ്ഥലത്തും പറയും സോ ഹാപ്പി, ത്രിൽ. ഇവിടെ എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇവിടെയും പറയുന്ന സമയത്ത് ഓരോ പോയിന്റ് എടുത്തിട്ട് അതെ ഇതൊക്കെ അത്യാവശ്യമാണ് ജീവിതത്തിൽ. ഇതിലൊക്കെ ഓരോ വാക്കുകളിലും നിങ്ങൾക്ക് കുറേ പല പൊസിഷനിലും ഭാവിയിൽ പോകേണ്ടവരാണ്. ഈ ക്യാമ്പിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് ഇത്തരം കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ കണ്ട സ്റ്റാഫ് ക്യാൻറ്റീനിലോ സ്റ്റാഫ് പോലും നോക്കുന്നുണ്ടായിരുന്നു ചെരുപ്പ് വെച്ചതുള്ള വിധം ഉണ്ടായിരുന്നില്ലയോ. കുറച്ച് പേരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കണ്ടിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചത്? യെസ്, ദേ വർ വാച്ചിങ് ഹൗ ദ ചപ്പൽസ് വർ കെപ്റ്റ്. കാരണം ഇതുവരെ വെക്കാത്തൊരു സ്ഥിതിയിലാണ് ഈ കുട്ടികൾ വെച്ചത്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ? റൈറ്റ്. നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോഴും പഠിക്കാത്ത ചിലരൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ചിട്ടകളൊക്കെ മാറ്റി ഒന്ന് ഉന്മേഷവാനാണെന്നുള്ള തോന്നുന്നുണ്ട്. ഇതൊരു അല്ലേ, ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച സമയമാണല്ലോ. അങ്ങനെ തോന്നിയോ? നമ്മൾ ഏത് കാര്യവും സ്വന്തം ഏറ്റെടുത്ത് നടത്തുമ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ആണ്. വേറെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു ചെയ്യുമ്പോൾ അതെന്താവും, നമ്മളെ മേൽ ഏൽപ്പിക്കുന്ന ഒരു ഡിസിപ്ലിനായിട്ട് മാറും. സെൽഫ് ഡിസിപ്ലിൻ ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയാണ്. ആരെങ്കിലും പറഞ്ഞു ചെയ്യുമ്പോൾ അതൊരു ദുഃഖകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഒരിക്കലും പാരൻസിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ പറയിക്കാനുള്ളൊരു അവസരം വരുത്തരുന്നതാണ്. പക്ഷേ ആ മാർക്കല്ല പ്രാധാന്യം. ഇപ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ടിൽ റിമാർക്ക് കോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ റിമാർക്ക് കോളത്തിൽ നിങ്ങൾക്ക് ഗുഡ്, എക്സലന്റ് എന്ന് കിട്ടണം. ടീച്ചേഴ്സിൻ്റെ അടുത്ത് മാത്രം കിട്ടിയാൽ പോരാ, പാരൻസിൻ്റെ അടുത്തുനിന്നും നാട്ടുകാരുടെ അടുത്തുനിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ കിട്ടണം. മാർക്ക് കിട്ടാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഫെയിലിയറായിട്ട് മാറാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഫെയിലിയർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഒരു കഴിവുണ്ടാകും. കുറേ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. ഡാൻസും പാട്ടും കവിതയും എഴുത്തും ചിത്രവും വായനയും ക്രിയേറ്റിവിറ്റിയും ആ ഓരോ ചാർട്ടിലും കാണാൻ പറ്റുന്നു നിങ്ങളുടെയൊക്കെ ക്രിയേറ്റിവിറ്റി അല്ലേ. ഒക്കെ അതിനൊക്കെ പ്രിപ്പറേഷൻ ആവശ്യമാണെന്ന് കാണിക്കാനാണ് ഇന്നലെ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. ഫൈൻ. അപ്പോൾ അത്തരം കുറേ അനുഭവങ്ങൾ ഇതിൽ ഓരോന്നും നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് സ്വന്തം എഴുതി നല്ല റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇത് എന്തിനാ റിപ്പോർട്ട് എഴുതി വെച്ചാൽ 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മറന്നുപോകും. ഒരു 2 ദിവസം കഴിഞ്ഞ് എന്നെയും മാറും. ഇതൊക്കെ പോസിബിൾ ആണ്. കുറേ ആൾക്കാരെയും ക്യാമ്പുകളും കാണുന്നതാണ്.
പക്ഷേ അതൊന്നും മറന്നാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണമെന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ കുറെ മാറ്റമുണ്ടായി എന്ന് നിങ്ങളുടെ പാരന്റ്സിന് തോന്നണം. നമ്മൾ നന്നായിട്ട് കാര്യമില്ല, നമ്മൾ നന്നായി എന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും കൂടി ഉണ്ടാവട്ടെ. ഇവാലുവേഷൻ സ്കീം പറഞ്ഞിട്ട് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ എത്ര മാർക്ക് തരും, അത് ഏറ്റവും നല്ല 100% മാർക്ക് കിട്ടുന്ന കുട്ടികളായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മാർക്ക് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ അല്ല, ജീവിതത്തിൽ. ഓക്കെ, നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കാൻ, കുറേ പ്ലാനിങ് ഉണ്ടാക്കാൻ ഒക്കെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ കാണിച്ചിട്ടുള്ള കുറച്ചൊരു സിംബോളിക്കായിട്ട് തോന്നുകയാണെങ്കിലും പാരന്റ്സിന്റെ കാലിൽ വീണ് നമസ്കരിക്കുന്ന സ്വഭാവം കേരളത്തിൽ മാത്രമില്ലാത്തൊരു സംഭവമാണ്. നോർത്ത് ഇന്ത്യയിലും എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പാരന്റ്സിന് അടുത്ത് അനുഗ്രഹം മേടിക്കുക, ടീച്ചേഴ്സിന് അടുത്ത് അനുഗ്രഹം മേടിക്കുക, അവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ കുറച്ചും കൂടി പക്വതയും മിതത്വവും ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിനും, അതുപോലെ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനും ഉറക്കെ പറയാനും ഒക്കെയാണ് കുറച്ച് ചിലപ്പോൾ നിങ്ങൾ ഞാൻ വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എത്ര പേർക്ക് എൻ്റെ അടുത്ത് അടിയോ ഇടിയോ തൊഴിയോ ചവിട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവരൊക്കെ ഈ പോകുന്നതിന് മുമ്പ് മേടിച്ചിട്ട് പോകണം കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിക്കരുത്. ഞാൻ ഫോൺ വിളിച്ചെടുക്കില്ല, അതുകൊണ്ട് ഫോൺ വിളിക്കാതിരിക്കരുത്. ഫോൺ വിളിക്കുക. മിസ് കോൾ കണ്ടാൽ തിരിച്ച് മിസ് കോൾ ചിലപ്പോൾ ചെയ്തു തരില്ല, കാരണം 100ലധികം കോൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഒരു SMS ഒരു വാട്സപ്പ് മെസ്സേജോ അയച്ചാൽ നിങ്ങളാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വിളിക്കും. ഓക്കെ, ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്നല്ല പറയേണ്ടത്, എവിടുന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്നാണെന്നല്ല പറയേണ്ടത്. കമ്മ്യൂണിക്കേഷൻ പോലും അറിയാത്ത പിള്ളേരാ പലരും. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരാളും വന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഓർമ്മയുണ്ടോ? ഇല്ലേ? അതൊരു ലെസണാണ്. പറയുമ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് അതൊക്കെ പറയിപ്പിക്കുന്നത്. ആ തോന്നൽ നിങ്ങൾക്കുണ്ടാവും. പേര് തെറ്റി വിളിക്കുന്നതും അത് വായിക്കാൻ പറ്റാത്തതുണ്ട്. നിങ്ങൾ ഞാൻ ഇന്ന ആളാണെന്ന് അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണിക്കണം. മനസ്സിലായി? അത് തുറന്ന് സംസാരിക്കാനുള്ള ആ ധൈര്യം ഉണ്ടാവട്ടെ. നമ്മൾ കുറേ ഗെയിംസ് ഉണ്ടായിട്ടുണ്ട്. ആ ഗെയിംസിന്റെ ഒക്കെ ഉള്ളിൽ കുറച്ചും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വേറെയും എന്തൊക്കെയോ മാനങ്ങളുണ്ട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണ്ടോ സ്കൂളിൽ നിന്ന് മോഷ്ടിച്ചിട്ട്? പറയാൻ പറ്റില്ല, ചോദിക്കുന്നു. എന്തെങ്കിലും പറയണം. എന്തെങ്കിലും കൊണ്ടുപോകണ്ടോ? ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നിങ്ങൾ? എന്താ കൊണ്ടുപോകണം? കുറേ അറിവ്. പിന്നെ 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 കുറേ സുഹൃത്തുക്കളെയും കൂടി കൊണ്ടുപോകണം. ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ടെലിഫോൺ ഷെയർ ചെയ്യുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ചിലപ്പം ആ ഫോൺ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലാവും. രാത്രി SMS അയക്കുക, രാത്രി വിളിക്കുക. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ ആ വീട്ടിൽ പോയിട്ട് അവരെ തൂക്കി പിടിച്ച് അപ്പടി കൊടുക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? ശരിക്കും ശ്രദ്ധിച്ചോളണം. ബാക്കിയുള്ളവരുടെ ഡീലിങ്സിൽ യു മസ്റ്റ് ബി, ഞാൻ പറഞ്ഞില്ല, ആ മെച്യൂരിറ്റി ശരിക്കും കാണിക്കാൻ നിങ്ങൾക്ക് ഇപ്പം മാത്രമല്ല ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ എവിടെയെങ്കിലും നിങ്ങൾ പോകുന്ന സമയത്തും ഈ ഡിസിപ്ലിനൊക്കെ നിങ്ങളുടെ ഭാഗമായിട്ട് മാറണം. റൈറ്റ്? പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വേറെ ഒരു വലിയൊരു കാര്യം എന്താ അറിയോ? കുറേ ഓർമ്മകൾ. ബാക്കിയെല്ലാം നശിച്ചു പോയാലും നശിക്കാത്തതാണ് കുറേ ഓർമ്മകൾ. ഇവിടെ എന്തെങ്കിലും നിങ്ങൾ വിട്ടു പോകണ്ടോ? കുറേ ഫ്രണ്ട്സിനെ വിട്ടു പോകുന്നുണ്ടാവും. ചിലരൊന്നും ഇനി കണ്ടു എന്ന് വരില്ല ജീവിതത്തിൽ. ക്വൈറ്റ് പോസിബിൾ, റൈറ്റ്? ഇത്രയും നല്ല ഫ്രണ്ട്സായിട്ട് നടന്നവരുടെ ജീവിതത്തിൽ ഇനി കണ്ടു എന്ന് വരും? ഇല്ല, കാണണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് തിരുവനന്തപുരത്തുകാരൻ ഒരാളെ അറിയാം, അല്ലേ? പത്തനംതിട്ട ഒരാളെ അറിയാം, എറണാകുളത്ത് ഒരാളെ അറിയാം, തൃശ്ശൂർ ഒരാളെ അറിയാം, തലശ്ശേരിയിൽ ഒരാളെ അറിയാം. ഇങ്ങനെ ഓരോ സ്ഥലത്തും കുറേ പേരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ വലിയ ജോലിയൊക്കെ കിട്ടി പത്തനംതിട്ട കലക്ടറോ അല്ലെങ്കിൽ കോട്ടയം കലക്ടറോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അരവിന്ദ വിദ്യാമന്ദിരം ഓർക്കുമോ? ഇല്ലേ? ഇല്ലേ? അതാണ് നിങ്ങൾ ഈ സ്കൂളിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. മനസ്സിലായോ? ഒരിക്കലും മറക്കാതിരിക്കുക ഓരോ സ്ഥലവും വെച്ച്. ഇപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ പേര് നിങ്ങളുടെ സ്കൂളാണെന്ന് പറയും. വേറൊരു സ്കൂളും കൂടി നിങ്ങളുടെതാണെന്ന് നിങ്ങൾ പറയും. ഏതാണത്? താങ്ക് യു. എൻജോയ്. ഗ്രൂപ്പ് ഫോട്ടോ.